ആശുപത്രിയിൽ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ 10 മണിക്ക് വന്നത് നമ്മൾ 10 മണിക്ക് വന്ന ശേഷം പിന്നെ അഡ്മിറ്റ് ഉണ്ട് എന്നിട്ട് നമ്മളിവിടെ നിൽക്കുന്നത്. പിന്നെ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഈ കണ്ടീഷൻ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള ഇത് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ് മൊബൈൽ ആംബുലൻസ് എന്നുള്ള സാധനം ഇവിടെ ഇല്ല. പിന്നെ അത് നിങ്ങൾ എവിടെയും പോയിട്ട് പുറത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ അടുക്കുള്ള ആംബുലൻസ് കൊണ്ടുവച്ച് വരണമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മുറ്റത്ത് തന്നെ ആംബുലൻസ് ഉണ്ട്. എന്താ പറയുക മൊബൈൽ ആംബുലൻസ് എന്ന സാധനം ഇവിടെ മുറ്റത്ത് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് ആംബുലൻസ് ആയിട്ട് വരാം, പ്രശ്നമില്ല, നമുക്കൊന്ന് കുഞ്ഞിനെ കോളേജ് എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷെ അവർ അതിനൊന്നും തയ്യാറായില്ല. അവസാനം പിന്നെ ഓരോ 6%, 10% പറഞ്ഞ് ഞങ്ങളെ 9 മണി വരെ ഇവിടെ നിപ്പിച്ചു. 9 മണിക്ക് ബില്ലടിച്ചതിന് ശേഷമാണ് അവർ കുഞ്ഞൻ മരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നത്. അതിൽ ആംബുലൻസിൻ്റെ പൈസ അടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സംസാരിച്ച് പിന്നെ തിരിച്ചു വാങ്ങിയാണ് ആംബുലൻസിൻ്റെ പൈസ. ബാക്കിയുള്ള പൈസ അതുവരെ കുട്ടി ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ശേഷം ഈ പണം അടച്ചതിന് ശേഷം അവർ മരിച്ചു എന്ന് പറയായിരുന്നു അല്ലേ? അതെ 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 തീർച്ചയായിട്ടും. അത് പിന്നെ ആദ്യം പറഞ്ഞത് ഈ മരുന്നിൻ്റെ ഇതിലാണ് അഡ്മിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം കുടിക്കുന്നത്. അപ്പം നമ്മളിപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ പോകാൻ അവിടെ വെന്റിലേറ്റർ അടക്കം സെറ്റാക്കിയ ശേഷമാണ് ഇവിടുന്ന് പറഞ്ഞ് റെഫർ ചെയ്യാൻ. അപ്പോൾ അവർ അതിനൊന്നും തയ്യാറായിട്ടില്ല. നമ്മൾ പല ആംബുലൻസും ബന്ധപ്പെട്ടു, ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടു, കോളേജായിട്ട് ബന്ധപ്പെട്ടു, എല്ലാം ചെയ്തതിന് ശേഷമാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവുണ്ടായി എന്ന് തന്നെ അല്ലേ? തീർച്ചയായും നല്ലോണം. എന്താ വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മളതല്ല, ഇനിയും പല കുട്ടികളും ഇതിന് ബലിയാടാകരുത് എന്ന ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ പെങ്ങളെ മകനാണ്. അതെനിക്ക് എന്താ പറയാനത് സങ്കടമുണ്ട്. പക്ഷെ അതല്ല, ഇനിയൊരു വേറൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമല്ല. ഇത് നാട്ടുകാരെല്ലാവരും അറിയണം. അതിനുള്ളൊരു ഇത് വേണ്ടിയിട്ടാണ് സംസാരിക്കാൻ എന്താ സ്വന്തം പെങ്ങളെ മകനായിട്ട് സംസാരിക്കാനാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ജനപ്രതി എന്ന രീതിയിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ഇവിടുത്തെ കൃത്യമായിട്ട് പറഞ്ഞു 10 മണിക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയതാണ് കുട്ടി. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ അഡ്മിറ്റാക്കി. അപ്പോൾ ഇവിടുത്തെ ഒരു ചികിത്സ ഇവർക്ക് ഒരു ഫെസിലിറ്റി ഒന്നും മതിയാവുന്നില്ല എന്നൊരവസ്ഥ വന്ന സമയത്താണ് ഇവർ കോഴിക്കോട് ഉള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ആംബുലൻസും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും ഇവർ വിട്ടു നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ ഭാഗത്തു നിന്ന് കൃത്യമായ പേവ് ഉണ്ടായിട്ടുണ്ട്. ഇവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ റിസ്ക്കും ഇവർ ഏറ്റെടുത്തോളാം. അപ്പോൾ ഇവർക്ക് കുട്ടീനെ വിട്ടു തരണം. അപ്പോൾ ഇവിടെ തന്നെ മൊബൈൽ ആംബുലൻസും അതുപോലെ തന്നെ ഒരു ഡോക്ടറെ വെച്ചുകൊണ്ട് ഇവർക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ കൃത്യമായ രീതിയിലുള്ള ഒരു അനാസ്ഥ തന്നെയാണ്. ഇതിന് മുന്നേ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ടുള്ള ഒരു ബസ്നി എന്ന് പറഞ്ഞൊരു ഒരു പെൺകുട്ടി ഇവിടുന്ന് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു തുടർക്കഥയായി മാറുകയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ. രാവിലെ ഞാനാണ് ഡോക്ടറായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ വരുമ്പോൾ കുഞ്ഞിനൊന്നും ഇല്ലായിരുന്നു, പിന്നെ ചെറിയൊരു മിടുപ്പുണ്ട്, ആ മിടുപ്പിൽ നമ്മൾ കൊണ്ടുപോയി നമ്മൾ റിസ്കിൽ കൊണ്ടുപോകണം, ഡോക്ടർമാർ ഒരു ഉത്തരവാദിത്തം തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ കൊണ്ടുപോകാണ്ടായിപ്പോയത്. എൻ്റെ പെങ്ങൾ ചെറുതാണ്.